വെൽക്കം ബാക്ക് ടു അച്ചായത്തീസ്. നമ്മളിപ്പോൾ പുനലൂർ തൂക്കുപാലത്തിന് ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ പുനലൂർ തൂക്കുപാലത്തിന് ഒരു കഥയുണ്ട്, നമുക്ക് കേട്ടാലോ? അപ്പോൾ നമുക്ക് പാലത്തിൽ കൂടി മുമ്പോട്ട് പോകാം. പാലത്തിന് തൊട്ടപ്പുറത്ത് റോഡാണ്. റോഡിൽ കൂടി വണ്ടി ഓടുന്ന റോഡാണ്. റോഡിൻ്റെ ഇപ്പുറത്താണ് ഈ പാലം വരുന്നത്. നേരെ താഴെ നോക്കിയാൽ കല്ലടയാറാണ്. കല്ലടയാറിന് കുറുകെയാണ് ഈ തൂക്കുപാലം പണിഞ്ഞിരിക്കുന്നത്. പണ്ട് കാലത്ത് പുനലൂർ വഴിയാണ് എല്ലാവരും വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നത്. ഈ കല്ലടയാറ് കടന്ന് വേണമായിരുന്നു അവർക്ക് പോകാനായിട്ട്. അവർ വള്ളത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ യാത്ര അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവരൊരു പാലം നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചത്. ഈ ആറിന് അപ്പുറവും ഇപ്പുറവും കൊടും കാടായിരുന്നു. അതുകൊണ്ട് അവർക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടൊരു സാധാ പാലം നിർമ്മിച്ചാൽ മൃഗങ്ങൾ അപ്പുറവും ഇപ്പുറവും കയറി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. കാടിൻ്റെ നടുക്കൂടെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാം ആ പാലത്തിൽ കയറുകയില്ലേ. അങ്ങനെയാണ് തൂക്കുപാലം എന്ന ഒരു ആശയത്തിലേക്ക് അവരെത്തിയത്. 1877 ഈ പാലം നിർമ്മിച്ചത്. ഈ പാലത്തിന് ഇരുവശവും ആൾക്കാർക്ക് ഇരിക്കാനായിട്ട് നല്ല ബെഞ്ചും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും പുനലൂർ തൂക്കുപാലം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മൾ അടുത്തതായി സന്ദർശിക്കാൻ പോകുന്നത് ഡിയർ റിഹാബിനേഷൻ സെൻ്ററാണ്. അതിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ എൻട്രൻസ് ഫീസ് ഉണ്ട്. എൻട്രൻസ് ഫീസ് ടിക്കറ്റൊക്കെ എടുത്ത് അതിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിനുള്ളിൽ പലതരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്. കുറച്ച് മാനുകളും ഉള്ളൂ. അല്ലാതെ വേറെ ഇതിനുള്ളിൽ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഒത്തിരി ദൂരമുണ്ട് നടക്കാൻ. വനത്തിൽ കൂടെയുള്ള നടക്കുന്നത് പോലെ നമ്മൾ കാടിനുള്ളിൽ കൂടെയുള്ള ഒരു നടക്കും. അതേ കാട്ടിൽ കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിങ്സ് കിട്ടും.